ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റ് ആണ്. ഹോണസ്റ്റി പേയ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്നാണ്. ഹോണസ്റ്റി പേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധത നമുക്ക് മതിയായ പ്രതിഫലം നൽകും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആ ചെയ്യുന്ന ജോലിയോട് നമ്മൾ 100% സത്യസന്ധത പുലർത്തിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫാമേഴ്സ് ഉണ്ടല്ലോ, കർഷകർ, അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ളൊരു വിളവ് ലഭിക്കുള്ളൂ, അല്ലേ? അവരൊന്നും ചെയ്യാതെ ലേസി ആയിട്ട് ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുമോ? ഇല്ല, അല്ലേ? എന്ത് ചെയ്യണം? അവർ നിലമൊക്കെ റെഡിയാക്കി വിത്ത് വിതച്ച് വിത്ത് മുളച്ച് അതിനാവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ ആവശ്യ സമയത്ത് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുള്ളൂ, അല്ലേ? അപ്പോൾ അതേപോലെയാണ് ഏതൊരു ജോലിയാണെങ്കിലും നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് ഇവിടെ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നവർ. ഒരാളെ നമുക്ക് കാണാം ഇവിടെ വല വീശുന്നുണ്ട്, അല്ലേ? മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വല വീശുന്നത് കാണാം. പിന്നെ തെങ്ങ് കയറുന്ന ഒരാളെ കാണുന്നുണ്ട്. അതേപോലെ ഒരു പോസ്റ്റ് വിമനെ കാണുന്നുണ്ട്, അല്ലേ? അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അവരുടെ കയ്യിൽ ലെറ്റർ ഉണ്ട്, അതുപോലെ ഡ്രസ്സിങ്ങും എല്ലാം കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലെറ്റേഴ്സും ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് അഡ്രസ്സ് പ്രകാരം ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതാണ് അവരുടെ ജോലി. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പാൽക്കാരനെയാണ്, അല്ലേ? പാല് ഇങ്ങനെ ശേഖരിച്ച് സൊസൈറ്റിയിലും അതേപോലെ വീടുകളിലും ഒക്കെ വിറ്റിട്ട് ജീവിക്കുന്ന, പാല് വിറ്റ് ജീവിക്കുന്ന ഒരു പാൽക്കാരനെയും നമുക്കിവിടെ കാണാം. അപ്പോൾ 100% അവരവരുടെ ജോലികളിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? അത് തന്നെയാണ് നമ്മളുടെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഉദ്ധരണി എന്ന് പറയും. അതായത് ഒരാളുടെ വാക്കുകൾ അത് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നതിനെയാണ് ഉദ്ധരണി അഥവാ കോട്ട് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഒരുപാട് കൊട്ടേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് കാണാം ഈ ഒരു കോട്ട് എഴുതിയിട്ടുള്ളത് കൊട്ടേഷൻ മാർക്സിൻ്റെ ഉള്ളിലാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഒരാളുടെ കൊട്ടേഷനാണ്, അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള കോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഈ ഒരു കൊട്ടേഷൻ മാർക്ക് കൊണ്ടാണ്. നമുക്ക് ഈ ഒരു സെൻറ്റൻസിൻ്റെ 2 സൈഡിലും കാണുന്നില്ലേ? അതിനെയാണ് നമ്മൾ കൊട്ടേഷൻ മാർക്സ് എന്ന് പറയുക. 3rd US പ്രസിഡൻ്റ് ആയിരുന്ന തോമസ് ജെഫേഴ്സൻ്റെ കോട്ടാണിത്. അപ്പോൾ നമുക്കത് നോക്കാം. ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. സത്യസന്ധത ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ. സത്യസന്ധതയാണ് ആദ്യത്തെ അധ്യായം. ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ അധ്യായം. ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതായത് അറിവ്. അറിവിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ പാഠം അല്ലെങ്കിൽ അധ്യായം എന്ന് പറയുന്നത് ഹോണസ്റ്റിയാണ്, സത്യസന്ധതയാണ് എന്നാണ് ഇവിടെ തോമസ് ജെഫേഴ്സൺ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. ഇവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊരു കൃഷിയിടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പംകിൻ കാണുന്നുണ്ട്, ബനാന കാണുന്നുണ്ട്, അതേപോലെ ബ്രിഞ്ചാൾ കാണുന്നുണ്ട്, ആപ്പിൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു കൃഷിസ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്രധാനപ്പെട്ട ഒരാളെ ഇവിടെ കാണാം. ആരാണത്? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നനച്ചു കൊടുക്കുകയാണല്ലേ, വെള്ളം കൊടുക്കുകയാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ ആരാണ് ഈ കൃഷിസ്ഥലമൊക്കെ ഇങ്ങനെ നല്ലപോലെ നോക്കി വെള്ളവും വളവും ഒക്കെ കൊടുത്ത് പ്ലാന്റ്സിനെയൊക്കെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അതിൽ കായ്കനികളൊക്കെ ഉണ്ടാവാനുള്ള കാരണമാകുന്നത് ആരാണ്?
കർഷകരാണ് അല്ലേ. അപ്പോൾ ഇതാരാണ്? ഫാർമറാണ് ഈ നിൽക്കുന്നത് അല്ലേ. നമുക്ക് കാണാം അദ്ദേഹം ജോലി ചെയ്യാണ്, വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെടിക്ക്. അപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ഒരു പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത് എന്നാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇതൊരു കൃഷിസ്ഥലമാണ്, ഒരു കർഷകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന കായ്കനികളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നത്. നമുക്കതെങ്ങനെ ആൻസർ ചെയ്യാം? ഇൻ ദിസ് പിക്ചർ ഐ ക്യാൻ സീ എ ഫാർമർ ഹൂ ഈസ് വാട്ടറിങ് പ്ലാന്റ്സ് ഇൻ ദ ഫീൽഡ്. എനിക്ക് ഈ പിക്ചറിലൊരു കർഷകനെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഹി ഈസ് എ ഹാർഡ് വർക്കിംഗ് ഫാർമർ. അദ്ദേഹം നല്ല കഠിനാധ്വാനിയായിട്ടുള്ള ഒരു കർഷകൻ തന്നെയാണ്. ആസ് വി സീ ഇൻ ദ പിക്ചർ, നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ. ബിക്കോസ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ദെയർ ഇൻ ദ ഫീൽഡ്. കാരണം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് പംകിൻ, ബ്രിഞ്ചാൾ, ബനാന, കുക്കുംബർ, ആപ്പിൾ ആൻഡ് ബോട്ടിൽ ഗോഡ്. അതായത് പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങ അല്ലേ, ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ, ബനാന നമുക്കറിയാം പഴം, കുക്കുംബർ വെള്ളരി, പിന്നെ ആപ്പിൾ കാണുന്നുണ്ട്, പിന്നെ ബോട്ടിൽ ഗോഡ് എന്ന് വെച്ചാൽ ചൊരക്ക എന്നൊക്കെയാണ് നമ്മളെ നാട്ടിൽ പറയുക. അത് ഓരോ നാട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ നെയിംസ് വരിക. അപ്പോൾ ഇതാണ് യൂണിറ്റ് 5ൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.